ഹലോ കൂട്ടുകാരെ, ഒന്നാം ക്ലാസ് മലയാള പാഠപുസ്തകത്തിലെ 10ാമത്തെ യൂണിറ്റായ പച്ചക്കറി തോണി എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിനു മുൻപുള്ള പാഠഭാഗങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കാണുമല്ലോ അല്ലേ? വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. നോക്കിയേ, ഈ ചിത്രത്തിൽ ആരൊക്കെയുണ്ട്? മത്തങ്ങയുണ്ട്, കുമ്പളങ്ങയുണ്ട്, പടവലങ്ങയുണ്ട്, ചേനയുണ്ട്, തക്കാളിയുണ്ട് അല്ലേ? ഇവരെന്ത് സംഭവിക്കുന്നു? ആരോ വീഴാൻ പോവാണല്ലേ? മത്തങ്ങയൊക്കെ വീഴാൻ പോവാ അല്ലേ? അപ്പൊ നമുക്ക് പാഠത്തിൽ എന്താ പറയുന്നതെന്ന് നോക്കാം. പാഠത്തിന്റെ പേരെന്താണ്? പച്ചക്കറി തോണി. കിടന്ന് കിടന്ന് മടുത്തു മത്തങ്ങ നാട് കാണാനിറങ്ങി. എങ്ങോട്ടാ? പൗഡറും പൂശി വഴിയരികിൽ നിന്ന കുമ്പളങ്ങ ചോദിച്ചു. അപ്പൊ നിങ്ങൾ മത്തങ്ങ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഒരു വള്ളിച്ചെടിയിലാണ് മത്തങ്ങ പിടിക്കുന്നതല്ലേ. അപ്പൊ എപ്പോഴും അവിടെ തന്നെ കിടന്ന് കിടന്ന് മത്തങ്ങയ്ക്ക് മടുപ്പ് തോന്നി, ബോറടിക്കാൻ തുടങ്ങി. അപ്പൊ മത്തങ്ങ എന്ത് തീരുമാനിച്ചു? ഒന്ന് പോയി നാടൊക്കെ കണ്ടിട്ട് വരാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ മത്തങ്ങ നാട് കാണാനായിട്ട് ഇറങ്ങി. അപ്പൊ പോയ വഴിക്ക് ആരെ കണ്ടു? കുമ്പളങ്ങയെ കണ്ടു. കുമ്പളങ്ങ എങ്ങനെയാ നിൽക്കുന്നേ? വഴിയരികില് പൗഡറും പൂശി നിൽക്കുകയായിരുന്നു. അപ്പൊ ആ കുമ്പളങ്ങ മത്തങ്ങയോട് ചോദിച്ചു, എങ്ങോട്ടാ? നീ എവിടേക്ക് പോവാ എന്ന് ചോദിച്ചു. സവാരിക്കിറങ്ങിയതാ, നാടൊന്ന് ചുറ്റണം, ഞാനും വരുന്നു. രണ്ടുപേരും കൈകോർത്തു. അവർ നടന്നു. അതാ കുത്തനെ ഒരു ഇറക്കം. അയ്യോ, കാല് തെറ്റുന്നേ, പിടിക്കണേ പിടിക്കണേ. അപ്പോ മത്തങ്ങ എന്ത് പറഞ്ഞു? ഞാനൊന്ന് സവാരിക്ക് ഇറങ്ങിയതാ, ഞാനൊന്ന് കറങ്ങാൻ പോവാണല്ലേ, നാടൊക്കെ എന്ത് ചെയ്യണം, ഒന്ന് ചുറ്റി കാണണമെന്ന് പറഞ്ഞു. ഉടനെ കുമ്പളങ്ങ പറഞ്ഞു, എന്താണ്? എങ്കിൽ ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ കൈകൾ കോർത്ത് പിടിച്ചിങ്ങനെ നടന്നു. നടന്ന് വന്നപ്പോൾ എന്തായി? കുത്തനെ ഒരു ഇറക്കം അല്ലേ, ഒരു ചരിവാണല്ലേ, നമ്മുടെ ചിത്രത്തിൽ കാണുന്നത് ഇറക്കമല്ലേ. അപ്പൊ ആ ഇറക്കത്തിലേക്ക് വന്നപ്പം കാല് തെറ്റിയിട്ട് രണ്ടുപേരും കൂടെ വീഴാൻ പോയി. അപ്പൊ രണ്ടുപേരും കൂടെ എന്താണ്? പിടിക്കണേ പിടിക്കണേ എന്ന് ഉറക്കെ നിലവിളിച്ചു. രണ്ടുപേരുടെയും നില തെറ്റി ഉരുണ്ടുരുണ്ട് താഴോട്ട്. സഹായിക്കാൻ കൈനീട്ടിയ ചേനയും പടവലവും തക്കാളിയുമെല്ലാം കാലിടറി വീണു. അപ്പൊ എന്താണ്? രണ്ടുപേരുടെയും നില തെറ്റി. രണ്ടുപേർക്കും എന്താണ്? പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. രണ്ടുപേരും കൂടെ എന്ത് ചെയ്തു? ഉരുണ്ടുരുണ്ട് താഴേക്ക് പോയി. സഹായിക്കാൻ വേണ്ടി ആരൊക്കെയാ വന്നേ? ചേനയും പടവലവും തക്കാളിയും വന്നു. ആ സഹായിക്കാൻ വന്നവരും എന്ത് ചെയ്തു? ഉരുണ്ട് ഇവരോടൊപ്പം താഴേക്ക് വീഴാൻ തുടങ്ങി. അപ്പൊ ഉരുണ്ട് പോകുന്നതിന്റെ ശബ്ദം നോക്ക്. ഡും ഡും ഡും, ഡും 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 ഡും. അപ്പൊ എന്താണ്? അവിടെ പൂരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ എന്താ? മേളിൽ ഒരു ഡും കൊടുക്കുക, താഴെ എന്താണ്? താഴെയും ഒരു ഡും കൊടുത്താൽ മതി കേട്ടോ. ഉരുണ്ടുരുണ്ട് എല്ലാവരും ചെന്ന് വീണതോ? പുഴയിൽ. അപ്പൊ എന്താണ്? എല്ലാവരും കൂടെ എവിടാ ചെന്ന് വീഴുന്നേ? പുഴയിലാണ് വീഴുന്നത് അല്ലേ? അപ്പൊ നമ്മൾ വായിച്ച ഈ കഥയുണ്ടല്ലോ, ഈ കഥയിൽ നിന്ന് നമ്മൾ തന്നെ ചോദ്യങ്ങൾ ഉണ്ടാക്കി പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ചോദ്യം അവിടെ തന്നിട്ടുണ്ട്. മത്തങ്ങയും കുമ്പളങ്ങയും വീഴാൻ കാരണം എന്താണ്? അപ്പൊ ഉത്തരം എഴുതണ്ട, ചോദ്യങ്ങൾ മാത്രം തയ്യാറാക്കിയാൽ മതി. ഇതുപോലെ 2 ചോദ്യങ്ങൾ നമുക്ക് തയ്യാറാക്കണം. എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം? ഒന്ന് ആലോചിച്ചേ. മത്തങ്ങയും കുമ്പളങ്ങയും എവിടേക്കാണ് പോയത്? അടുത്ത ചോദ്യമായിട്ട് എന്തെഴുതാം? മത്തങ്ങയെയും കുമ്പളങ്ങയെയും സഹായിക്കാൻ വന്നത് ആരൊക്കെയാണ്? ഇതുപോലെ കൂട്ടുകാരും പാഠഭാഗം വായിച്ചിട്ട് ചോദ്യങ്ങൾ സ്വയം ഉണ്ടാക്കി നോക്കൂ. ഇതായിട്ട് ഒരു പാട്ടാണ് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യാം? വഞ്ചിപ്പാട്ടിന്റെ താളത്തിൽ നമുക്കൊന്ന് പാടി നോക്കാം. മത്തൻ ചേന കുമ്പളങ്ങ തിത്തിത്താരാ തിത്തിത്തേ, വെണ്ട ചീര വെള്ളരിക്ക തിത്തിത്താരാ തിത്തിത്തേ. മത്തൻ ചേന കുമ്പളങ്ങ വെണ്ട ചീര വെള്ളരിക്ക നേന്ത്രക്കായ പടവലം മുരിങ്ങക്കായ. ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതേതേതും, വെളുത്തുള്ളി ചുവന്നുള്ളി കറിവേപ്പും മല്ലിച്ചെപ്പും ഇഞ്ചി പച്ചമുളകുകൾ നിരന്നു നിന്നു. പച്ചക്കറി തോണിയേറി പച്ചക്കറി തുഴയേന്തി പച്ചക്കറി പാട്ടും പാടി വരുന്നു ഞങ്ങൾ. ഓ തിത്തിത്താരാ തിത്തിത്തേ തിത്തേ തകതേതേതോ. അപ്പോൾ കൂട്ടുകാർ സംഘമായി ഈ പാട്ട് പാടി നോക്കണേ. അടുത്ത ചോദ്യം നോക്കൂ. പാട്ടിലുള്ള പച്ചക്കറികൾ അറിയാവുന്ന മറ്റു പച്ചക്കറികൾ. പാട്ടിൽ നമ്മൾ ഏതൊക്കെ പച്ചക്കറികളുടെ പേരാ കണ്ടേന്നുള്ളത് ആദ്യത്തെ കോളത്തിലും, ഇത് നമുക്കറിയാവുന്ന പച്ചക്കറികളുടെ പേര് രണ്ടാമത്തെ കോളത്തിലും എഴുതാം. അതായത് നമുക്കറിയാവുന്ന മറ്റു പച്ചക്കറികൾ, പാട്ടിലില്ലാത്ത പച്ചക്കറികൾ ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം ഏതാണ്? പാട്ടിലുള്ള പച്ചക്കറികളിൽ ഏതൊക്കെ എഴുതാം? മത്തൻ, ചേന, കുമ്പളങ്ങ, വെണ്ട, ചീര, വെള്ളരിക്ക, നേന്ത്രക്കായ, പടവലങ്ങ, മുരിങ്ങക്കായ, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചെപ്പ്. ഇനി നമുക്കറിയാവുന്ന കുറച്ച് പച്ചക്കറികളുടെ പേരെഴുതാം. ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, വഴുതനങ്ങ, പാവയ്ക്ക, ക്യാബേജ്, ശീമച്ചക്ക. ഇതേപോലെ നിങ്ങൾക്കറിയാവുന്ന പച്ചക്കറികളുടെ പേര് വേണം രണ്ടാമത്തെ കോളത്തിൽ എഴുതാൻ. ഇനി പറഞ്ഞേക്ക് നോക്കൂ. പച്ചക്കറികളുടെ ഉപയോഗം അനുസരിച്ച് തരംതിരിക്കാം. എങ്ങനെ? ഇലകൾ, കായകൾ, മറ്റു ഭാഗങ്ങൾ. അതായത് പച്ചക്കറിയുടെ ഏത് ഭാഗമാണ്
നമ്മൾ ഉപയോഗിക്കുന്ന കറി വെക്കുന്നതെന്ന് വെച്ചിട്ട് തരംതിരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പച്ചക്കറികളുടെ ഇലകൾ ഉപയോഗിക്കുന്ന പച്ചക്കറികൾ ഏതൊക്കെയാണ്? ചീരയില, മുരിങ്ങയില, മത്തനില, കറിവേപ്പില. അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കായകൾ, അതായത് നമ്മൾ പച്ചക്കറികളുടെ കായകൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെ പച്ചക്കറികളുടേതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഏതൊക്കെയാണ്? പാവയ്ക്ക, മുരിങ്ങക്കായ, പടവലങ്ങ, തക്കാളി. അടുത്ത എന്താണ്? മറ്റു ഭാഗങ്ങൾ, നമ്മൾ പച്ചക്കറികളുടെ മറ്റു ഭാഗങ്ങൾ, കായും ഇലയും അല്ലാത്ത ഭാഗങ്ങൾ ഉപയോഗിക്കുന്നത് ഏതിൻ്റെയൊക്കെയാണ്? ഏതൊക്കെയാണ്? വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി, ചേനത്തണ്ട്, മുരിങ്ങപ്പൂവ്. ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അറിയാവുന്നതും നിങ്ങൾക്ക് അറിയാത്തത് എന്ത് ചെയ്യാം? നിങ്ങളുടെ അച്ഛനമ്മമാരോടൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഇത് പൂരിപ്പിക്കാം കേട്ടോ. ഇനി നോക്കൂ, കടങ്കഥകൾ തന്നേക്കുന്നേ. അടിപ്പാറ, നടുവടി, തലക്കാട്. എന്താണ് ഉത്തരം? അടിയിൽ പാറയാണ്, നടുക്കൊരു വടി വരുന്നു, തലേ നിറയെ കാടാണ്. ഏത് പച്ചക്കറിയെ പറ്റിയാ പറയുന്നത്? ചേനയാണ് കേട്ടോ. അടുത്തത് എന്താണ്? കയ്പുണ്ട് കാഞ്ഞിരമല്ല, മുള്ളുണ്ട് മുരിക്കല്ല, വാലുണ്ട് വാനരനല്ല. ആരെ പറ്റി ഇവിടെ പറഞ്ഞേക്കുന്നത്? പാവയ്ക്കയെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത എന്താ? മണ്ണിനുള്ളിൽ പൊന്നമ്മ. ആരെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്? മഞ്ഞളിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ പച്ചക്കറിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കടങ്കഥകൾ നിങ്ങൾ കണ്ടെത്തൂ. നിങ്ങൾക്കറിയാവുന്ന കടങ്കഥകൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ. അടുത്തത് നോക്കൂ, നന്ദിതയുടെ ഡയറി. 3/2/2024. ഇന്ന് സ്കൂൾ അവധിയാണ്. അതുകൊണ്ട് ഞാനും അമ്മയും കൂടി കൃഷിത്തോട്ടത്തിൽ പോയി. അവിടെ മുളക് ചെടിയും പയറ് ചെടിയും വെണ്ടയുമുണ്ട്. ഞാൻ അതിനെല്ലാം വെള്ളമൊഴിച്ചു. പുഴു തിന്നുന്ന ഇലകളെല്ലാം ഞാൻ പറിച്ചു കളഞ്ഞു. പുഴു വരാതിരിക്കാൻ എല്ലാത്തിനും അമ്മ മരുന്നടിച്ചു. നന്ദിത MS, GLPS, കിഴക്കമ്പലം, കോലാഞ്ചേരി, എറണാകുളം. കൃഷിപാഠം. നന്ദിത മോളുടെ ഡയറി വായിച്ചല്ലോ. നിങ്ങൾ പച്ചക്കറി കൃഷി ചെയ്യാൻ പഠിച്ചോ? കൃഷി രീതിയെക്കുറിച്ച് എഴുതാമോ? അപ്പോൾ കൃഷി രീതിയെ പറ്റി നമുക്ക് വെറുതെ ഒന്ന് എഴുതി നോക്കാം. ആദ്യം മണ്ണിളക്കി വിത്തുകൾ പാകണം. എന്നും വെള്ളം നനച്ചു കൊടുക്കണം. വിത്തുകൾ മുള പൊട്ടുമ്പോൾ തൈകൾ മാറ്റി നടാം. തൈകൾക്കും എന്നും ആവശ്യത്തിന് വെള്ളമൊഴിക്കണം. കേടുവരുന്നുണ്ടോ എന്ന് എല്ലാ ദിവസവും ശ്രദ്ധിക്കണം. ആവശ്യമുള്ള പരിചരണം നൽകണം. അടുത്തത് നോക്കൂ, വിരിപ്പ് കൃഷി എന്നൊരു ഹെഡിങ്ങിലുള്ള ഒരു ഭാഗമാണ് തന്നിട്ടുള്ളത്. ഒരു പാട്ടാണ് കേട്ടോ. ഈറ്റ വെട്ടി കാട് വെട്ടി പൊതക്കാട്ടിൽ തീയരിച്ച് വിരിപ്പിടം തീയിരിച്ച് അമ്മ വിളിച്ചു അച്ഛൻ വിളിച്ചു വീട്ടുകാരും നാട്ടുകാരും ഊരാകെ ഒത്തുവിളിച്ചു. ചീരവിത്തേ ചോളവിത്തേ കടുക് തുവര അമരവിത്തേ ചാമവിത്തേ വരകുവിത്തേ നെല്ല് വെള്ളരി മത്തൻ വിത്തേ പുതുമഴയിൽ കൺതുറന്ന് പൂവിരിഞ്ഞ് കായ ചാഞ്ഞ് എന്നുമെന്നും വിളവുകാലം എന്നുമെന്നും വിളവുകാലം. നിങ്ങൾക്കിത് താളത്തിൽ പാടി നോക്കാം കേട്ടോ. അപ്പോൾ എന്താ പറയുന്നത്? വിരിപ്പ് കൃഷി നടത്തുന്നത് എങ്ങനെയാണ്? കാട്ടിലാണ്. അതായത് കാട് മൂടിക്കിടക്കുന്ന പ്രദേശത്തെ ഈറ്റയും പൊതക്കാടും ഒക്കെ വെട്ടി തീയിട്ടിട്ട് അവിടെയാണ് എന്ത് ചെയ്യുന്നത്? വിത്ത് നടുന്നത്. ഏതൊക്കെ വിത്തുകളാണ് നടുന്നത്? ചീരവിത്ത്, ചോളവിത്ത്, കടുക്, തുവര, അമരവിത്ത്, ചാമവിത്ത്, വരകുവിത്ത്, നെല്ല്, വെള്ളരി, മത്തൻ ഇവയെല്ലാം നട്ടല്ലേ. ഇവയെല്ലാം നട്ടിട്ട് മഴ പെയ്തപ്പോൾ എന്ത് ചെയ്തു? ഈ വിത്തുകളൊക്കെ പതിയെ കണ്ണ് തുറന്ന് പതിയെ മുളച്ചു വരാൻ തുടങ്ങി. എന്നിട്ട് അതിൽ എന്ത് ചെയ്തു? പൂ പിടിച്ചു. പൂ പിന്നീട് എന്തായിട്ട് മാറി? കായായിട്ട് മാറി. കാ പിന്നീട് എന്ത് ചെയ്തു? വിളഞ്ഞു വന്നു. അപ്പോൾ എന്തായി? വിളവ് കാലമായില്ലേ. ഏതാണ്ട് ഇവർ വിളവെടുക്കുകയല്ലേ. ഇവിടെ ചിത്രത്തിലുള്ളവരെ നോക്കി. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? കൃഷി ചെയ്തതിൽ നിന്ന് വിളവെടുക്കുകയാണ്. അങ്ങനെ വിളവ് കാലമായി. ഇനി ഇവിടെ എന്താണ് ചോദ്യം തന്നിരിക്കുന്നത്? നിങ്ങൾ കണ്ടിട്ടുള്ള വിത്തുകൾ പാട്ടിലുണ്ടോ? ശരി അടയാളം നൽകൂ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള വിത്തുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആ വിത്തുകളുടെ പേരിന്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ശരി അടയാളം കൊടുക്കുക കേട്ടോ. ബൈ ബൈ കുറോ, ബൈ ബൈ ഡ്രോൺ. റോഡിന്റെ വശം ചേർന്ന് ഒരു കുട്ടി റോബോട്ട് നടന്നു വരുന്നു. കുറേ കുട്ടികൾ കുട്ടി റോബോട്ടിന്റെ അടുത്തേക്ക് നടന്നു ചെല്ലുന്നു. കുട്ടികൾ, നിന്റെ പേരെന്താണ്? കുട്ടി റോബോട്ട്. കുറോ, കുട്ടികൾ, കൊള്ളാം, നല്ല പേര്. നീ കളിക്കാൻ കൂടുന്നു? കുറോ, ഞാൻ റെഡി. കുറോയും കുട്ടികളും പന്ത് കളിക്കുന്നു. അപ്പോൾ റോഡിന്റെ ഒരു വശത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്താണ്? ഒരു കുട്ടി റോബോട്ട് എന്ത് ചെയ്യാണ്? നടന്നിങ്ങനെ വരികയാണ്, വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ റോബോട്ടിന്റെ അടുത്തേക്ക് ചെന്ന് കുട്ടികൾ എന്ത് ചോദിച്ചു? നിന്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താ പറയുന്നത്? കുറോ എന്നാണ് എൻ്റെ പേര്. അല്ലേ, കുട്ടി റോബോട്ട് എന്നുള്ളതിന്റെ ചുരുക്കമാണല്ലേ കുറോ. കുറോ എന്നാണ് എൻ്റെ പേര്. കുട്ടികൾക്ക് എന്താണ്? പേരൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ കുട്ടികൾ എന്തിനു വിളിക്കുകയാണ്? നീ ഞങ്ങളോടൊപ്പം കളിക്കാൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ കുറോയും കുട്ടികളും കൂടി എന്ത് ചെയ്യുന്നു? പന്ത് കളിക്കുന്നു. ഇനി ബാക്കി ഉള്ള ഭാഗങ്ങൾ നമ്മുടെ ആശയത്തിനനുസരിച്ച് നമുക്ക് പൂരിപ്പിക്കാം. ദൂരേക്ക് പോയ പന്ത് അന്വേഷിച്ച് കുറോ പോയി. അപ്പോഴതാ ഒരു കൂട്ടം നായ്ക്കൾ അവിടെ നിൽക്കുന്നു. അവർക്കെന്തോ പ്രശ്നമുണ്ടെന്ന് കുറോയ്ക്ക് തോന്നി. അവർക്ക് വിശക്കുന്നു എന്ന് കുറോയോട് പറഞ്ഞു. ഭക്ഷണം വേണമെങ്കിൽ കൃഷി ചെയ്യണമെന്ന് കുറോ നായ്ക്കൾക്ക് പറഞ്ഞു കൊടുത്തു. കൃഷി ചെയ്യാൻ വിത്തുകൾ വേണമെന്നും കുറോ പറഞ്ഞു. പക്ഷേ അവിടെ വിത്തുണ്ടായിരുന്നില്ല. സഹായത്തിനായി കുറോ തൻ്റെ കൂട്ടുകാരനായ ഡ്രോണിനെ വിളിച്ചു. ഡ്രോൺ അവിടെ എത്തി അവരെ സഹായിക്കാമെന്ന് പറഞ്ഞു. ഡ്രോൺ ഒരു നായയുമായി പോയി ആവശ്യമുള്ള വിത്തുകൾ ശേഖരിച്ച് കൊണ്ടുവന്നു. അങ്ങനെ അവർ അവിടെ കൃഷി തുടങ്ങി.
നാളുകൾക്ക് ശേഷം വിളഞ്ഞു കിടക്കുന്ന പാടത്തിന്റെ കരയിൽ ഡ്രോണും കുറോയും നായക്കുട്ടികളും സംസാരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ വന്നു. കുട്ടികൾ: ഹായ് കുറോ, സുഖമാണോ? കുറോ: ഹായ് സ്നേഹിതരെ, നിങ്ങൾക്കും സുഖമാണോ? കുട്ടികൾ: എന്തിനാ കുറോ ഞങ്ങളെ വിളിച്ചത്? കുറോ: ദേ കണ്ടോ, ഞങ്ങൾ കൃഷി ചെയ്തതാ ഇത്. കുട്ടികൾ: നല്ല വിളവുണ്ടല്ലോ. കുറോ: ഈ വിളവെല്ലാം നിങ്ങൾക്ക് തരാനാ ഞങ്ങളുടെ തീരുമാനം. പക്ഷേ ഒരു കാര്യം. കുട്ടികൾ: എന്താ കുറോ? ഡ്രോൺ: വിളവെല്ലാവരും തുല്യമായി ഭാഗിച്ചെടുക്കണം. കുറോ: ഈ നായകൾക്ക് എന്നും ഭക്ഷണം കൊടുക്കണം. കുട്ടികൾ: സമ്മതം. കുറോ: ബൈ ബൈ. നായകൾ: ബൈ ബൈ കുറോ, ബൈ ബൈ ഡ്രോൺ. അപ്പോൾ കുട്ടികളോട് വിളവ് ഭാഗിച്ചെടുക്കണമെന്ന് പറഞ്ഞിട്ടും നായ്ക്കൾക്ക് ഭക്ഷണവും കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടും ഡ്രോണും കുറോയും പോയി. ഇനി ഡ്രോണിനൊരു കത്തെഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം. പ്രിയപ്പെട്ട ഡ്രോൺ, നിനക്കും കുറോയ്ക്കും സുഖമാണോ? ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിരിക്കുന്നു. കൃഷിയെല്ലാം നല്ലതുപോലെ നടക്കുന്നുണ്ട്. കിട്ടിയ വിളവുകൾ ഞങ്ങൾ ഭാഗിച്ചെടുത്തു. നായ്ക്കൾക്ക് എന്നും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നീ ഞങ്ങളെ കാണാൻ വരുമോ? ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന് സ്നേഹത്തോടെ കുട്ടികൾ. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡ്രോണിന് കത്തെഴുതാം കേട്ടോ. ഇത്രയുമാണ് നമ്മളുടെ 10ാമത്തെ യൂണിറ്റ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കൂ. താങ്ക് യു കൂട്ടുകാരെ.